ആക്ച്വലി ഇന്നലെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റ് സൂര്യ 14 ഭാഗത്തു നിന്ന് വന്നായിരുന്നു. ആ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റിനകത്ത് വരുന്ന സീനുമായിട്ട് വലിയൊരു കണക്ഷൻ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം യുദ്ധം തുടങ്ങുന്നതും യുദ്ധം അവസാനിക്കുന്നതും കാണിച്ചുകൊണ്ടുള്ള രണ്ട് പോസ്റ്റേഴ്സുകളാണ് ഇവിടെ വന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യ 42 കങ്കുവ, ദി കങ്കുവ എന്ന് പറയുന്ന കങ്ക് എന്നർത്ഥം വരുന്ന അഗ്നിയുടെ പുത്രൻ എന്നൊക്കെ പറയുന്ന കങ്കുവയുടെ ലേറ്റസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. കങ്കു എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് ഉള്ളു പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഴയ പോലെ നമുക്ക് സിനിമകൾക്ക് എക്സ്പെക്ടേഷൻ വെക്കുന്നത് വലിയൊരു പ്രശ്നം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ എല്ലാ സിനിമകളുടെ ഒരു പോക്കില്ലേ. കാരണം വലിയ വലിയ എക്സ്പെക്ടേഷനിൽ വലിയ വലിയ പോസ്റ്റേഴ്സുകൾ വരുന്നു, അടിപൊളി വീഡിയോസുകളും കാര്യങ്ങളും വരുന്നു, അപ്ഡേറ്റുകൾ വരുന്നു. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് മിക്ക സിനിമകളുടെ അവസ്ഥ. പക്ഷേ സ്റ്റിൽ ഈ പടം നല്ല രസമായിരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ പടം പറയുന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയിലുള്ള ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈപ്പിൽ വരുന്ന സിനിമയ്ക്ക് പോലും വലിയ രീതിക്ക് ഡിപ്പ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. അതായത് തിയേറ്റർ നമ്മൾ കാണുന്ന സമയത്ത് കുറേ ഭാഗത്ത് ഭയങ്കര സൈലൻസ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാമെന്ന് പറ്റുന്ന രീതിക്ക് അത്രയും സൈലൻ്റ് ആയിട്ട് പോകുന്ന പല ഭാഗങ്ങളാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ തമിഴ് സിനിമയിൽ നിന്ന് വരുന്ന മിക്ക സിനിമകളുടെ ഒരു പ്രത്യേകത നല്ല മാസ് ആൻഡ് ക്ലാസ് പടങ്ങൾ ചെയ്യാനായിട്ട് അവർ ഭയങ്കര എക്സ്പെർട്ടാണ്. കാരണം അത് കൺവിൻസിംഗും ആണ്. അവർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടിരിക്കാനും ഓക്കെ ഇത് നല്ല രസമായിരിക്കും എന്ന് പറയത്തക്ക രീതിക്ക് നല്ല രസകരമായിട്ടാണ് അവരുടെ എല്ലാ സിനിമകളും വരാറുള്ളത്. സോ അത്തരത്തിൽ സൂര്യ 42 എന്ന് പറയുന്ന ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തമിഴ് സിനിമ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ സിനിമ എന്ന് കാട്ടിത്തരാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നായകന്റെ പോസ്റ്റർ അല്ല, ഈ സിനിമയിൽ എല്ലാവരും വില്ലന്മാരാണ്. പക്ഷേ വില്ലൻ ഓഫ് വില്ലൻ എന്ന് പറയുന്ന തരത്തിൽ വളരെ റൂത്ത്ലെസ്, പവർഫുൾ ആൻഡ് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു വില്ലന്റെ ഉദിരൻ എന്ന് പറയുന്ന വില്ലന്റെ ഒരു അടിപൊളി പോസ്റ്ററാണ് വന്നേക്കുന്നത്. പോസ്റ്ററിനകത്ത് കാണാൻ വരുന്നത് സാക്ഷാൽ ബോബി ഡിയോൾ തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കങ്കുവായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഉദിരൻ. ഉദിരൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ബോബി ഡിയോളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് കങ്കുവ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണല്ലേ. കങ്കുവ എന്ന് പറയുന്ന പേര് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹൈലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പെല്ലാം കങ്കുവ ആ ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ ടോൺ ആയിരുന്നു കാണാൻ പറ്റിയിരുന്നത്. അതായത് അഗ്നിയുടെ പുത്രൻ എന്ന് പറയുന്ന തരത്തിൽ അഗ്നിനെയായിരുന്നു അവിടെ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നതായിരുന്നു കാണാൻ പറ്റിയിരുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്ററിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു കങ്കുവയുടെ ഒരു ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം റെഡിഷ് ടോണിലാണ് വന്നിരിക്കുന്നത്. അതായത് വളരെ ബ്ലഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു പോസ്റ്ററിലൂടെ റിവീൽ ചെയ്യാനായിട്ട് പോകുന്ന എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. സോ ആരാണ് ഉദിരൻ എന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കാണാൻ പറ്റിയത് ഒരു കാലകേൻ എഫക്റ്റ് ആയിരുന്നു. ബാഹുബലി സിനിമയിൽ വന്നിരിക്കുന്ന കാലകയ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോബി ഡിയോളിനെ കാണാൻ പറ്റുന്നത്. ബോബി ഡിയോളിന്റെ ആക്ച്വലി ഒരു കണ്ണ് മാത്രമാണ് ശരിക്കും വിസിബിലിറ്റി ഉള്ളതെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം അപ്പുറത്തെ കണ്ണ് ഓൾറെഡി ഇങ്ങനെ കണ്ണ് കേടായിരിക്കുന്ന പോലെ ഒരു കണ്ണ് മാത്രം കാണുന്ന തരത്തിലുള്ള ഒരു രീതിക്കാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ കാലകേനാണെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഒരു എഫക്റ്റ് കൊടുത്തായിരുന്നു കാണാൻ പറ്റിയായിരുന്നത്. സോ അദ്ദേഹത്തിന്റെ ദേഹത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം റിപ്സുകളൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഏതോ ഒരു മൃഗത്തിന്റെ, എനിക്ക് തോന്നുന്നു മാനാണോ എനിക്കറിയില്ല, സംശയമാണ്, ഏതൊരു മൃഗത്തിന്റെ കുറേയധികം റിപ്സുകൾ അതിന്റെ എല്ല് ഭാഗങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നെഞ്ച് ഭാഗത്തായിട്ട് അതിന് ചെറിയൊരു തലയൊട്ടി പോലെ ഒരു സംഭവം വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മാൻ തന്നെയാണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് 99% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റർ എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പൂജയും മറ്റൊക്കെ കാണിച്ചുകൊണ്ട്, ആയുധ പൂജ മറ്റൊക്കെ കാണിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന്റെ ഒരു രംഗമായിട്ടാണ് ഈ ഒരു പോസ്റ്റർ വന്നേക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത്. പുറകെ ഭാഗത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം കൊമ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. കൊമ്പ് കാണുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇത് മാൻ കൊമ്പുകൾ തന്നെയാണ്. മാനിന്റെ കൊമ്പുകൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഓവറോൾ മേക്കിംഗ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ കങ്കുവ ട്രൈബിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലെന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമായിരുന്നു. അവർ എല്ലായിരുന്നില്ല, അവർ ആക്ച്വലി പല്ലുകളായിരുന്നു അവിടെ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയിരുന്നത്. സൂര്യയുടെ കഴുത്തിലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുകളായിരുന്നു. അതായത് പുലിയുടെയും മറ്റൊക്കെ പല്ലാണ് അതിനകത്ത് ഇങ്ങനെ വെച്ച് പോയിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇന്നലെ വന്നിരുന്ന പോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്ന ആഘോഷങ്ങൾ മറ്റൊക്കെ നമുക്ക് കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരാളുടെ കൈയാണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഉദിരന്റെ കൈ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഉദിരന്റെ മറ്റേ ഫ്രെയിമിനകത്ത് കാണാൻ പറ്റാത്ത ആ ഒരു കൈയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈകളിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിന്റെ ഒരു നാണയം പോലെ എന്തോ ഒരു സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച് പോകുന്ന ഒരു കറൻസിക്ക് പകരം എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരിക്കാം ഒരു പക്ഷേ. ഇദ്ദേഹത്തിന്റെ കൈകളിലായിട്ട് ഈ ഒരു സംഭവം ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരുപാട് ബ്ലഡും കാണാൻ വരുന്നുണ്ട്. അതായത് ഈ കൈകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ബ്ലഡും കാണാൻ വരുന്നുണ്ട്. ഒരുപക്ഷെ മറ്റേതെങ്കിലും ട്രൈബിലുള്ള ഒരു രാജാവിനെ കൊന്നതിന് ശേഷം ആ രാജാവകാശം സ്വന്തമാക്കിയേക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് അവിടെ കാണിക്കുന്ന ഒരു കാര്യം പറയാൻ പറ്റില്ല. അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്രൈബിന്റെയും തലവരായിട്ടിരിക്കുന്ന ആൾക്കാർ ആ ട്രൈബിന്റെ തലവരാന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ രാജാവാന്ന് കാണിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഇപ്പോഴും ഒരു നാണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ സലാർ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈകളിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജാവിന്റെ അടുത്ത് പൊസസ് ആയിരുന്ന ഈ ഒരു സാധനം ആ രാജാവിനെ തകർത്തതിന് ശേഷം ആ രാജകിരീടം സ്വന്താക്കിയേക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കങ്കുവ എന്ന് പറയുന്ന ഒരു ട്രൈബിനെ കുറിച്ച് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്ക് തന്നെ ഡിക്കോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് ട്രൈബുകളെ കൊന്നൊടുക്കി വന്നേക്കുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്കും കങ്കുവ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു എനിമി ആയിരിക്കാം ഒരുപാട് ട്രൈബുകളെ കൊന്ന് കീഴടക്കി അവരുടെ എല്ലാം രാജ്യം സ്വന്താക്കിയേക്കുന്ന ഒരു ട്രൈബിന്റെ തലവരായിരിക്കും ഒരു പക്ഷേ ബോബി ഡിയോളുടെ ഉദിരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്.
സോ അവസാനം ഈ രണ്ട് ട്രൈബുകൾ കൂടി കൂട്ടിമുട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം രണ്ടുപേരും സ്ട്രോങ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന സമയത്തായിരിക്കാം ഈ സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൈകൾ മൊത്തം ബ്ലഡ് ആണ്, ബ്ലഡ് ഷോട്ടും മറ്റൊക്കെയാണ് കാണാൻ വരുന്നത്. ആൻഡ് ബാക്ക് സൈഡിലായിട്ട് കുറേയധികം ആൾക്കാർ ഇങ്ങനെ കൈകൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആരാധിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. പുറകിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം വാദ്യമേളങ്ങളും മറ്റും കാണാൻ വരുന്നുണ്ട്. അന്ന് കാലത്തുണ്ടായ മറ്റേ ചെണ്ട പോലത്തെ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. വലിയ വലിയ ചെണ്ടകളും മറ്റൊക്കെ വെച്ച് ഇങ്ങനെ കൊട്ടുന്നതായിരുന്നു ഇവിടെ കാണാൻ വരുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യുദ്ധം ചെയ്യിച്ചേക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ കാണാൻ വരുന്നത്. ബാഹുബലി യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ വലിയ വലിയ ചെണ്ടകൾ വെച്ച് ഇങ്ങനെ കൊട്ടുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിപ്പിക്കുന്ന ആ ഒരു സീനകത്ത്. സോ അത്തരത്തിലൊരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു ആഘോഷം തന്നെയാണ്, ആ ഒരു ആരാധന ആഘോഷമൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉദരൻ ഒരു യുദ്ധം ജയിച്ചു വന്നേക്കുന്ന സമയത്ത് അവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രജകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രൈബിലുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ പൂജിക്കുന്ന പോലെ അല്ലെങ്കിൽ ആരാധിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹെയിൽ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ദേഹത്തായിട്ട് മറ്റേ ബ്ലഡ് ഷെയ്ഡുകളും മറ്റും നമുക്ക് കാണാൻ വരുന്നില്ല. പക്ഷേ ഇന്നലെ വന്നേക്കുന്ന പോസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തോ കീഴടക്കി പിടിച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈകളിലായിട്ട് ഒരുപാട് രക്തം പുരണ്ടേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. സോ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ വന്നേക്കുന്ന പോസ്റ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആക്ച്വലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ കൂട്ടം ചേർന്ന് ഇങ്ങനെ കുറേയധികം ആൾക്കാർ ഒരാളെ മാത്രം ഇങ്ങനെ തൊടുന്ന ഈ രംഗമൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർമാനിലുള്ള സീനാണ്. സൂപ്പർമാൻ സീനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർമാൻ ഇങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ തൊടുന്ന ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ആക്ച്വലി ഫീൽ ചെയ്തത്. സോ ഈ കൂട്ടം ആൾക്കാരുടെ രക്ഷകരായിട്ട് വരുന്നൊരു കഥാപാത്രമാണോ, അതായത് അവരുടെ തലയുമായിട്ട് വരുന്നൊരു കഥാപാത്രമാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ ദേഹത്തുള്ള ആ ഒരു ഡിസൈൻ അല്ല അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊടുത്തേക്കുന്നത്, ഒരു സെന്റർ ഓഫ് ദി ഗ്രാവിറ്റി എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് അങ്ങനെയാണ് ഇത്ര ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു ന്യൂക്ലിയസ് പോലെയാണ് ഇദ്ദേഹത്തിനെ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. എനിവേസ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്ലാൻ കൂട്ടം ആൾക്കാർ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് കാണാൻ വരുന്നുണ്ട്. സൂര്യ 42 കങ്കുവയുടെ ഒരു പോസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റിയിരുന്നു. അതായത് അവരുടെ ദൈവത്തിനെ പൂജിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് ആ പോസ്റ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കുറേയധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഏകദേശം എന്ത് പോസ്റ്റേഴ്സ് വന്നാലും എന്ത് വീഡിയോസ് വന്നു കഴിഞ്ഞാലും നമ്മൾ സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പെക്ടേഷൻ ആ ലെവലിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് സിനിമ ആ ലെവലിലോട്ട് നിൽക്കൂ. അത് ഏത് സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ക്ലാസ് പടമാണെങ്കിലും മാസ് പടമാണെന്നുണ്ടെങ്കിലും അതിനൊരു ഓവറോൾ എൻഗേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉറങ്ങിപ്പോകുന്ന തരത്തിലാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സിനിമ ആ രീതിക്ക് ഡിപ്പായി പോയി കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇതുവരെ വന്നിരിക്കുന്ന സിനിമകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് ഒരു ഹിസ്റ്റോറിക്കൽ പടം എന്ന് പറയുന്ന സമയത്ത് സോക്കോൾഡ് ഒരു തമിഴ് സിനിമ എന്ന് പറയുന്ന സമയത്ത് പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ്. പിന്നെ ശിവ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഈ ഒരു സിനിമ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണെന്നൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ആസ് എ സൂര്യ ഫാൻ, സൂര്യക്ക് പറയുന്ന ഒരു കട്ട എതിരാളിയാണ് അദ്ദേഹം. അതോ എന്താണ് ഈ ഒരു ക്യാരക്ടറെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. സിനിമ എങ്ങനെയുണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് നാൾസ് സൈനിങ് ഔട്ട്. ബൈ.